ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ സർക്കാർ ചെലവഴിച്ചതായി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നു. അവിടെ സേവാഭാരതി 49 മൃതദേഹങ്ങൾ 1 രൂപ ചെലവഴിക്കാതെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. പട്ടാളം പണി കഴിച്ച വേലി പാലത്തിന് പോലും 1 കോടി രൂപ കേരളത്തിന് ചെലവായി എന്നുള്ള വ്യാജമായ കണക്കുകളാണ് അവിടെ. ജനറേറ്ററിന്റെ പേരിൽ, വാഹനങ്ങളുടെ പേരിൽ, ആംബുലൻസുകളുടെ പേരിൽ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. കേരളത്തിന് വെളിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളടക്കം നിരവധി സഹായങ്ങൾ കേരളത്തിന് നൽകി ഇത് ദൂർത്തടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ദുരന്തത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണിത്. നേരത്തെയും സർക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയും അല്പമെങ്കിലും ലജ്ജയും ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ കൊള്ള നടത്തിയത് ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.